Hi dear students. Next topic is complete graph. എന്താണ് complete graph നോക്കുക. ഇവിടെ ഫസ്റ്റ് വെർട്ടെക്സ് നോക്കുക. ഫസ്റ്റ് ഗ്രാഫിൽ ഒരു വെർട്ടെക്സ് മാത്രം, രണ്ടാമത്തത് രണ്ട് വെർട്ടെക്സ് അത് തമ്മിലൊരു ലൈൻ സെഗ്മെന്റ്, മൂന്നാമത്തത് മൂന്ന് വെർട്ടെക്സ് ആ എല്ലാ വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ. നാലാമത്തത്. സോ a complete graph is a simple graph. In which each vertices or each pair of distinct vertices are connected by an edge. മൂന്ന് വെർട്ടെക്സ് എടുത്തു. മൂന്ന് വെർട്ടെക്സിന്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള വെർട്ടിക്സ് നമ്മൾ കണക്ട് ചെയ്തു. നാലെണ്ണം എടുത്തു അല്ലെ, 4 വെർട്ടെക്സ് എടുത്തു. ഇത് നമ്മൾ അത് ആദ്യം ഇതും കണക്ട് ചെയ്ത്, ഇതും കണക്ട് ചെയ്ത്, ഇതും കണക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്ത്, ഇങ്ങോട്ട് കണക്ട് ചെയ്തു, ഇതിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തു. എല്ലാ വെർട്ടെക്സുമായിട്ടും ഒരു എഡ്ജ് ഉണ്ട്. So this is called a complete graph. Remember that complete graph has no loop and multiple edges, since a complete graph is a simple graph. So a simple graph in which each pair of distinct vertices are connected by an edge is called a complete graph. In complete graph നേരെ ഓപ്പോസിറ്റ് കേസ് നോക്കാം. അതായത് ഒരു വെർട്ടെക്സും തമ്മിൽ എഡ്ജ് ഇല്ല. ഇപ്പൊ നോക്കുക, ദിസ് എ ഗ്രാഫ്, ഇതില് ഒരു വെർട്ടെക്സ് തമ്മിൽ എഡ്ജ് ഇല്ല. രണ്ട് വെർട്ടെക്സുകൾ, this G1, this G2, this G3. There are 3 vertices. No vertices are connected by an edge. Such graphs are called empty or trivial graph. ഇപ്പൊ empty graph എന്ന് പറഞ്ഞാല് വെർട്ടെക്സും എഡ്ജും ഇല്ലാത്ത ഗ്രാഫ് അല്ല. വെർട്ടെക്സുകൾ എത്ര വേണമെങ്കിലും ആവാം, എഡ്ജ് ഇല്ലാത്ത ഗ്രാഫിനാണ് empty graph എന്ന് പറയാം. അതായത് കംപ്ലീറ്റ് ഗ്രാഫിന്റെ നേരെ ഓപ്പോസിറ്റ്. No vertices are connected by an edge. Another important type of graph is bipartite graph. If the vertex set of G can be partitioned into 2 subsets X and Y. Partition means X union Y equal to the entire V and there is no common vertex. If in each edge of G has one end in X and one end in Y, then G is called a bipartite graph, and the partition X union Y is called a bipartition of G. Now, the graph in the vertex set. എന്താണ് ഇവിടെ പ്രത്യേകത? ഇവിടെ വെർട്ടെക്സ് സെറ്റ് പറഞ്ഞാൽ V1, V2, V3 ആണ്. V3, V4, V5, V6. Now we term the vertex, the vertices V1, V2, V3. We call this set as X and this set as Y. ഇനി എല്ലാ എഡ്ജുകളുടെയും ഒരറ്റം എക്സിലും ഒരറ്റം വൈയിലുമാണ്. So this is called a bipartite graph. Vertex set can be
partitioned into two sets in which one end is in the first set and the second end is in the second set. Okay, this is called a bipartite graph. And if this is called a complete bipartite graph, if every vertex of X is connected with every vertex of G. So V1 is connected with V5 and V6. V2 is connected with V4, V5 and V6. V3 is connected to this called a complete bipartite graph. ഇവിടെ എന്താ കംപ്ലീറ്റ് ഗ്രാഫ് ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ് ബൈപാർട്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഇപ്പോൾ V1ഉം V2ഉം V3ഉം തമ്മിൽ എഡ്ജ് ഉണ്ടാവില്ല. അതേപോലെ V4ഉം V5ഉം V6ഉം തമ്മിൽ എഡ്ജ് ഉണ്ടാവില്ല. എഡ്ജുകളൊക്കെ നേരെ ഓപ്പോസിറ്റ് പാർട്ടിലുള്ള വെർട്ടീസുമായിട്ട്. ഇപ്പൊ ഒരു ഡൗട്ട്, V1, V2, V3, V4, E1, E2, E3, E4. Is this a bipartite graph? ഇത് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ എന്ന് നോക്കാന് നമുക്ക് അഡ്ജസന്റ് അല്ലാത്ത രണ്ട് വെർട്ടെക്സ് എടുക്കുക. V1 ഇവിടെ വരക്കുക, V3 ഇവിടെ വരക്കുക. V1, V3. അതേപോലെ V2, V4. നോക്കാം, V1ൽ നിന്ന് എവിടേക്കൊക്കെയാണ്? V2ലേക്കും V4ലേക്കും ഉണ്ട്, റൈറ്റ്. V2ൽ നിന്ന് V3ൽ നിന്നോ V2ലേക്കും V4ലേക്കും, റൈറ്റ്. എന്ന് പറഞ്ഞാല് ഇതൊന്ന് രണ്ട് ഭാഗത്തും പിടിച്ച് തിരിച്ച് ക്രോസിലാക്കിയതാണ് ഈ ഗ്രാഫ്, റൈറ്റ്. ഇതിനങ്ങോട്ടും ഇതിനങ്ങോട്ടും ആക്കിയാൽ മതി. So this is a bipartite graph. So we can define a bipartition. What is the bipartition? X union Y, where X equal to V1, V4 and Y equal to V1, V3 and V2, V4. And X union Y is a bipartition in this graph. So this is a bipartite graph. Now whether this graph is bipartite? No. കാരണം ഇവിടെ എല്ലാ വെർട്ടെക്സും കണക്റ്റഡ് ബൈ ആൻ എഡ്ജ് ആണ്. ഇത് V1 ആയാല് അതിനോട് അഡ്ജസന്റ് ആണ് V2ഉം V3, അല്ലെങ്കിൽ അതിനോട് എഡ്ജ് കണക്റ്റഡ് ആണ് ഇതൊക്കെ. ഇത് V1, V2, V3 ഒരൊറ്റ സെറ്റിലാണ് വരിക, അപ്പൊ അപ്പുറത്തെ സെറ്റിൽ ആളുണ്ടാവില്ല. സോ is not a bipartite graph and we cannot define a bipartition in this graph, right? Complete bipartite graph. Complete bipartite graph, KMN, is a complete is a bipartite graph with M vertices in the first row and N vertices in the second row, and each vertex are connected, each M vertex are connected each with each N vertex. So KMN has MN edges എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഒന്നുമില്ല, ഓരോ മുകളിലുള്ള ഓരോ വെർട്ടെക്സും താഴെ ഓരോ വെർട്ടെക്സുമായിട്ടും കണക്റ്റഡ് ആണ്. So if there are M vertices here and N vertices here, and then the vertex set has M plus N vertices and the graph has MN edges. So a complete graph, complete bipartite graph with KMN has M plus N vertices and MN edges. Okay, result നമ്മൾ പറയാം. നമുക്ക് നോക്കാം. ഒരു വെർട്ടെക്സ് കൊണ്ട് കംപ്ലീറ്റ് ഗ്രാഫ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും ചുരുങ്ങി രണ്ട് വെർട്ടെക്സിലും വേണം. അപ്പൊ ഈ this is a bipartite graph. In the first set there is V1 and in the second set there is V2. There is an edge connecting with these two sets.
So this is the only graph which is both complete and bipartite. ഈ ഗ്രാഫ് പറയില്ല, ഇത് K1 ആണ്, empty graph ആണ്, complete ആണ്, empty ആണ്, സിംഗിൾ വെർട്ടെക്സ് സെറ്റ്. കാരണം ഇതിൽ നിന്ന് ഇതിലേക്ക് തന്നെ സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോ this is both complete and bipartite. Now what about K1 3, one vertex on top and 3 vertex below each line. ഇതാണ് K1 3 എന്ന് പറഞ്ഞാൽ. K2 5, this K2 5. So ഇതാണ് complete bipartite graph.